channel. Hello. Welcome to channel, my dear friends. അതെ, വെൽക്കം ടു അവർ ചാനൽ. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഒരു ആമേനെ കിട്ടിയിട്ടുണ്ട്. ഒന്നല്ല, ഇപ്രാവശ്യം 2 ആമേനെ കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഈ സമയത്ത് തന്നെയാണല്ലേ ആമേനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് നമ്മളെ വീഡിയോസിൽ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബില്. അപ്പൊ ഇപ്രാവശ്യം അതേപോലെ 2 കുഞ്ഞാമേന, അതിനേക്കാളും കുഞ്ഞാമേനെ കിട്ടിയിട്ടുണ്ട്. 2 ദിവസമായി അത് നമ്മളടുത്ത് തന്നെ. പക്ഷേ ഇപ്രാവശ്യം താമ ഫുഡൊന്നും കഴിക്കുന്നില്ല അല്ലെ. കഴിഞ്ഞ പ്രാവശ്യം താമക്കുട്ടൻ കുറെ ഫുഡൊക്കെ കൊടുത്താൽ കഴിക്കുമായിരുന്നു. ഇപ്രാവശ്യം ഒന്നും കഴിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ തന്നെ വിടാന്ന് വിചാരിച്ചു. കഴിഞ്ഞ പ്രാവശ്യത്തെ ആളും കുറച്ച് ദിവസം കൂടി ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ അത് കാണാണ്ടായിപ്പോയി അല്ലേ ആശുട്ടാ? നമ്മള് കളയുന്നല്ല, അത് ആടെ വെച്ചപ്പോ നമ്മള് കഴിക്കുന്ന സമയത്ത് അത് അങ്ങനെ പോയി. അതെ, ആശുട്ട കളിക്കുന്ന സമയത്ത് അത് എല്ലാം മുങ്ങി. ചേച്ചി. അപ്പൊ അതേ സമയത്ത് തന്നെ ഇപ്രാവശ്യം വേറെ 2 ആൾക്കാരെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇത് കുറച്ചുകൂടി കുഞ്ഞാ. നാളെ കാണണ്ടേ ബാ. അതിനെ കുറിച്ച് ഇങ്ങോട്ട് പുറത്തെടുത്ത് നോക്കറ, കാണുന്നില്ല. ഇങ്ങോട്ട് വാ, പുറത്തേക്ക് വാ. 2 കൈമേലെടുത്തോ കാണിച്ചേ. 2 ദിവസം ആയോണ്ട് തന്നെ എന്റെ പേടിയെല്ലാം പോയി. കുഞ്ഞാമയാണ്. അപ്പോ 2 ആൾക്കും ഓരോന്ന് കിട്ടിയോണ്ട് അവര് 2 ആളും അതിനെ ഓമനിച്ചിട്ട് കൈവന്ന് താഴ്ന്നു വെക്കുന്നേ ഇല്ല. അപ്പോ ഫുഡൊന്നും കഴിക്കുന്നില്ല ആള്. അതുകൊണ്ട് ഏതായാലും ഇപ്പൊ തന്നെ വിടാന്ന് വിചാരിച്ചു അല്ലേ. ആശുട്ടന് ഇച്ചിരി വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ആള് വില്ലിങ് ആയി അല്ലേ ആശുട്ട? വിട്ടൂടെ? അതെ, പാവം. നല്ല രസം കാണാൻ. പോറ്റിക്കോ. അതുകൊണ്ടല്ല, അവനത് ചത്തുപോന്നുള്ള വിഷമം കൊണ്ടാണ്. പിന്നെ എപ്പോ അതിനെ വെള്ളത്തിലിടണോ കരയിലിടണോ അങ്ങനെ കുറെ കൺഫ്യൂഷൻ ഉണ്ട്. ഫുഡ് എന്നാ കൊടുക്കുക അതാണ് ഒന്നും തിന്നുന്നില്ല. അത് ചത്തുപോയാ പിന്നെ സഹിക്കാൻ പറ്റൂല അല്ലേ. അതുകൊണ്ടാണ്. അപ്പൊ നമുക്കിതിനെ എവിടെ ഇങ്ങോട്ട് വിടാൻ ഗൗരിയെ? തോടൊന്നും സോഫ്റ്റ് തോടാണ്. തോടൊന്നും ഹാർഡായില്ല. ചെറിയ സാധനമാണ്. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. ചിലപ്പോ മുട്ട വിരിഞ്ഞിട്ടുണ്ടാവും. ഇനിയും ഉണ്ടാവും കുറെ കുഞ്ഞുങ്ങള്. അപ്പൊ അടുത്ത കൊല്ലം കാണണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് വീണ്ടും ഇതിനെ വിടാൻ ആശുട്ടാ. ഇതെങ്ങനെയാണ് ആമേനെ ഇവര് വളർത്തുക? എന്താ ചെയ്യാ? അതിനൊരു സൗകര്യം കൊടുക്കൂല. ടി വി കാണിക്കുക. നോക്കണേ, താഴെ ഇടല്ല. TV എല്ലാം കാണലുണ്ട്. അത് TV കാണാൻ അതിന് ഇഷ്ടം. TV കാണാൻ പൊട്ടിച്ചില്ലെങ്കിൽ കൈ മാന്തും. പിന്നെ അതന്നെയാണ് ഇന്ന്. അല്ല ചേച്ചി, TV കാണാൻ പറ്റില്ല, കൈമാന്താനാ? ഇങ്ങനെ TV കാണും. അപ്പൊ ഇങ്ങനെ വെച്ചാല് അതിങ്ങനെ ഇതേപോലെ മാന്തും. ഇങ്ങനെയല്ല പിന്നെ അത് കണ്ടു. ഈ ആമേനൊന്നും അധികം കൈമേൽ വെച്ചൂടെ, വേഗം വിളിക്കോ. പിന്നെ അവരവരെ ആവാസ വ്യവസ്ഥയിൽ ജീവിക്കട്ടെ അല്ലേ. അതായിരിക്കുമല്ലോ അവർക്ക് സന്തോഷം. നമ്മൾ ആരെങ്കിലും പിടിച്ചാലും നമുക്ക് സങ്കടാവൂലേ അല്ലേ. അപ്പൊ ആശുട്ടൻ അങ്ങനെയെല്ലാം പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി. കഴിഞ്ഞതിന് നമ്മൾ വിടാന്ന് വിചാരിച്ചു. പക്ഷെ കൊറേ കാലം അതിന് നമ്മളെ കയ്യിലുണ്ടായിരുന്നു അല്ലേ. പക്ഷെ മുങ്ങിയതാള്. അതെല്ലാം കഴിക്കുമായിരുന്നു. ക്യാരറ്റും വെജിറ്റബിൾസും ആമേന്റെ ഫുഡും ഒക്കെ. ഇതൊന്നും കഴിക്കുന്നില്ല. അപ്പൊ നമുക്കിതിനെ ഇതിന്റെ അടുത്ത് വയലുണ്ടല്ലോ, ഞാൻ അന്നേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അങ്ങനെ വഴി എവിടെങ്കിലും കേറി അത് നോക്കട്ടെ വെച്ചിട്ട് കയ്യില് വെക്കുമ്പില്ലേ, കൈ ഇങ്ങനെ കുഴിച്ചു പോവാണ്. തലക്ക് മാത്രം നല്ല നീളമുണ്ട്. അത് തിരിഞ്ഞു വരുന്നില്ല. നോക്കട്ടെ, വിട്ടേ ആശുട്ട. വിട് 1 മിനിറ്റ് വിട്. കണ്ണൊക്കെ ഇപ്രാവശ്യത്തെ ഇതിന്റെ കണ്ണൊക്കെ മുകളിൽ നല്ല ഔളിനെ പോലെ ഉണ്ട്. ഏതോ ഒരു ജീവിനെ പോലെ തോന്നുന്നുണ്ട്. കണ്ണെല്ലാം കണ്ട. കഴിഞ്ഞ പ്രാവശ്യത്തെ അത് കുറച്ചുകൂടി ഡിഫറെന്റ് ആയിരുന്നേ. കുറച്ചൊരു വിട് ബ്രൗൺ കളറൊക്കെ ആയിട്ട്. കറുത്തമ്മ ഊരിത് ഗൗരി. ഇവരാണെങ്കിൽ സൗകര്യം കൊടുക്കുന്നില്ല. അതിനേക്കാളും നല്ലത് അതിനെ അത് ജീവിച്ചോട്ടെ. എവിടെ വിടും?
എവിടെ വിടുന്ന ചിന്ത വയലാ. അതെ ഇവിടെ തന്നെ കളിക്കാൻ മതി. ഇവിടെ കളിക്കും. അതെ ഇവിടെ ഇങ്ങനെ വെച്ചാ മതി. അത് പോയിക്കോട്ടെ. വയലാണെങ്കിൽ വെള്ളം. ഇതാണ് ഗൈസ് നമ്മുടെ കുഞ്ഞന്നാമ കർത്തമ്മ. കുഞ്ഞനാമ കർത്തൻ അല്ല, ഇത് അമ്പാന് രംഗയാണ്. അമ്പാൻ രംഗയാണ് പേരിട്ട്. കഴിഞ്ഞ പ്രാവശ്യത്തിന് എന്തോ പേരുണ്ടായിരുന്നു? അമ്പാൻ. ഇത് അമ്പാന്, ഇത് രംഗ. അല്ല, ഇത് രംഗ, ഇത് അമ്പാന് വല്ല പേടിയാണ്. നേരത്തെ കാലത്തെ വരണേ ആമയെന്ന് വെച്ച് വിടാ നമുക്ക്. കാമന തൽക്കാലം ഇവിടെ കളിക്കൂട്ടെ. ഇത് അവിടെ തന്നെ അവിടെ കളിക്കുന്നതാ. ആ സ്ഥലത്ത് നല്ല നഗുണ്ടാ. അവിടെ വെച്ച് ഈ സ്ഥലത്ത് വെച്ചേ. അവിടെ വെച്ചേ ഗരിസ്. അതും അവിടെ വെച്ചേ. മറ്റേതും അവിടെ വെച്ചേ. ടാറ്റാ. കൊതുക രണ്ട് തീരുമാനിക്കുന്നു എങ്ങനെ പോണം. ആ കുഴിയില് പോവും സിജുവാട്ടാ. കുഴിയിലൊന്നും പോവില്ല. അത് വിട്. ഇതാ പോകുന്നുണ്ടോ? അതതിന്റെ കുഴി ഉണ്ടാടാ. കുഴി ഒഴിവാക്കി പോയില്ലേ? ചിന്തമ്മ ഇങ്ങനെ കൊതുക്. ഓടിക്കോ ഓടിക്കോ. അതിനകത്ത് ഉള്ളൂല. പണ്ടം തുള്ളാൻ അറിയണ്ട. അതാ ഞാൻ പറഞ്ഞേ, കുഴിയാന്ന്. ഇവിടെ കളയണ്ടായിരുന്നു. ഇതൊരു സുഖമില്ല. കുറച്ച് അങ്ങോട്ട് ഇടയും കളഞ്ഞൂടെ. ആ വളപ്പ് കളഞ്ഞൂടെ അല്ലേ? അവിടെ വലിയൊരു കുഴി. അത് തുള്ളാൻ പോകുന്നു കുഴിയിലേക്ക്. നമുക്ക് കുറച്ച് അപ്പുറത്തോട്ട് കളയാവാ. ഇതിപ്പോ കളയാണ്ട് എവിടെയാവുന്ന ലൊക്കേഷൻ കണ്ടുപിടിക്കല് ഭയങ്കര കൺഫ്യൂഷൻ. യോ എന്നാ ആശൂട്ടാ, നീ അതിനാ കൊല്ലാക്കൊല ചെയ്യില്ല. ഇവിടെ ഇടുന്നോന്ന് ഞാൻ ചോദിച്ചു. രണ്ട് വഴിക്ക് പോന്നാടാ. സ്നേഹമില്ല. രണ്ടാളും രണ്ട് വഴിക്ക് പോയിട്ട് എടുക്കരുത്. മാന്താൻ പറ്റുന്നില്ല. അവിടുത്തെ മണ്ണെല്ലാം ഹാർഡാണ്. നമ്മൾ ആമേനെല്ലാം കളഞ്ഞു. ആമക്കുട്ടന്മാരെ വിട്ടു. നടന്ന് പോതാ. അത് ചേച്ചിന്റെ അങ്ങ് പോയി. അന്റെ അതാ പോകുന്നുണ്ട്. അതാ ആ ഇലേന്റെ അടിയിലുണ്ട്. അപ്പൊ അത് പോയിട്ട് ജീവിക്കട്ടെ അല്ലേ? അത് പോയിട്ട് ജീവിക്കട്ടെ. നമുക്ക് പോയിട്ട് കുളിക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ കേട്ടാ. അതുവരെ കുട്ടികളല്ലെങ്കിൽ എന്തായാലും അടുത്ത പ്രാവശ്യം വല്ലപ്പോഴും കാണാം. നമുക്ക് ഇവിടെ തന്നെ ഉണ്ടല്ലോ. അപ്പൊ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടാ. അടുത്തൊരു ആമേന്റെ വീഡിയോ ആയിട്ട് കാണാം. അടുത്ത കൊല്ലത്തെ ആമേന്റെ വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പൊ ബൈ ബൈ. പ്രതീക്ഷയൊന്നുമില്ല. പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. പോടാ ആശുട്ടാ. ആശുട്ടന് ആമ പോയതുകൊണ്ടുള്ള ചെറിയൊരു സങ്കടമാണ് കേട്ടാ. പറഞ്ഞു വിടണമെന്നുണ്ട്. എന്നാലും അത് 2 ദിവസമായിട്ട് ഒപ്പരുള്ളതുകൊണ്ട് ഒരു സങ്കടം. പക്ഷെ മോനെ ഇതാ ആമയില്ലേ, അതാ അതിന്റെ അച്ഛൻ്റെ അമ്മേന്റെ ഒപ്പം പോയി ജീവിക്കട്ടെ കേട്ടോ ആശുട്ടാ. നിന്നെ ഇപ്പൊ പിടിച്ചു വെച്ചാല് വിഷമാവൂലേ അല്ലേ? പറഞ്ഞാ മനസ്സിലാവും. അത് പോയപാടുള്ളൊരു വിഷമേ ഇല്ലു അല്ലേ ആശു? ആമ സന്തോഷം. ആമ വലുതായിട്ട് വരും. ആശൂട്ടനെ കൊടുത്ത് വെച്ചിട്ട് മുട്ടായി മേടിച്ചിട്ട് വരും കാണാൻ വേണ്ടിട്ട്. സ്കൂളിൽ പോകുമ്പോ മഴക്കാലത്ത് കൊടയും സ്കൂൾ ബാഗെല്ലാം മേടിച്ചിട്ട് വരും. ആശു എവിടെ വിചാരിച്ചിട്ട് അല്ലേ? അവര് ഇനി കഴിഞ്ഞ പ്രാവശ്യം 1, ഇപ്രാവശ്യം 2. ഇനി കിട്ടല് കൊറേ എണ്ണത്തിനെ കിട്ടും.